സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എഫെസോസിലുള്ള സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ, നിനക്ക് സഹിച്ചുകൂടാത്തതും. വഴക്കു പറയുകയാണോ പുകഴ്ത്തുകയാണോ? പുകഴ്ത്തുകയാണല്ലോ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളെ ആരെങ്കിലും ശാസിച്ചാൽ നിങ്ങളിൽ യാതൊരു നന്മയുമില്ലെന്നാണോ അർത്ഥം? ഇത്രയൊക്കെ പറഞ്ഞിട്ടൊരു വാക്യം പറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ വാക്യം: എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു എന്നൊരു കുറവ് കാണുന്നു എന്ന് പറയുമ്പോൾ അവൻ മോശക്കാരനാണ് എന്നാണോ അർത്ഥം? നിന്റെ ക്രിയകൾ ഞാൻ അറിയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നിന്റെ ഒരു കുറവ് പറയാനുണ്ട്. അതെന്താണ്? ഉള്ളതുപോലെ തന്നെ പറയണം. നല്ലതുണ്ടെങ്കിൽ നല്ലത്, ദോഷമുണ്ടെങ്കിൽ ഏതാണെങ്കിലും അംഗീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ മക്കൾ. അയ്യോ, അതിന് തന്നെയാണ് ഇത്രയും സമയം ആലോചിക്കുന്നത്. ആർ തയ്യാറായിരിക്കണം? ഞാനോ നിങ്ങളോ? നീ ഒരുക്കമാണെന്നോ? ഇന്ന് ആളുകളെല്ലാവരും പറയാറുണ്ട്, നീ അത് തയ്യാറാകണം. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. പൗലോസ് ശീലിച്ചു പ്രവർത്തിക്കുവാൻ, കഷ്ടപ്പെടുവാനായിട്ട്. നമ്മെ എല്ലാവരെയും കർത്താവ് അവൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തവരാണ്. നീ എനിക്ക് വേണ്ടി വേല ചെയ്യുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു നല്ല ഇടയൻ വേല ചെയ്യുകയും അതുപോലെ ചെയ്യിക്കുകയും ചെയ്യും. ഒരു ബോസ് ആണെങ്കിൽ ഒരു ചെയറിലിരുന്നു കൊണ്ട് കറങ്ങിക്കൊണ്ട് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഒരു നേതാവ് മുൻപിൽ നിന്നുകൊണ്ട് ചെയ്ത് കാണിച്ചിട്ട് ഇത് ചെയ്യുവാൻ പറഞ്ഞു തരും. കർത്താവ് ഇന്നത് ചെയ്യുവാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ചെയ്യും. ആദ്യം മുതലേ ഈ സഭയിൽ അതാണ് പഠിപ്പിച്ചു വന്നിരുന്നത്. ഇതൊരിക്കലും ഒരു 1 man ഷോ അല്ല. ഇവിടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും താലന്തുകളുണ്ട്. ചിലർ മറഞ്ഞിരിക്കുകയായിരിക്കും ചെയ്യുന്നത്, ചിലർ എല്ലാവരുടെയും മുൻപിൽ വന്നിട്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടും. ചിലർ കുറച്ചുനാളായിരിക്കും ഉപയോഗിക്കപ്പെടുന്നത്. വരൂ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കാൻ പറയുമ്പോൾ ദുഃഖിക്കുന്നു. വരാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ വന്നു, പോകാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സന്തോഷത്തോടെ പോയി അവിടെ ഇരിക്കുന്നില്ല? നമ്മെ ഉയർത്തുന്നവൻ അവനാണല്ലോ. നമ്മെ താഴ്ത്തുന്നത് ആരാണ്? ദൈവദാസനാണോ? അത് കർത്താവാണ്. ദൈവസഭയിൽ ഈ ഭിന്ന അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും പരാതികളും അന്ത്യകാലത്ത് പിശാചു കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്. ദുരുപദേശങ്ങളെ പ്രസംഗിക്കാനിടയാകുന്നു. എല്ലാം അറിയാവുന്നവരാണ്, എല്ലാം പഠിച്ച ആളുകളാണ്. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നീ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, നീ ചെയ്തിട്ടുണ്ട്. നീ കഷ്ടപ്പെട്ടു. നീ ഒരുപാട് ദൈവവേലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുവാനിടയായി. ഒരുപാട് കാലമായിട്ട് ദൈവദാസന്മാരെ നീ സഹായിക്കുന്നു, പ്രയത്നിക്കുന്നുണ്ട്. ദൈവദാസന്മാരോടൊപ്പം രാവും പകലും അധ്വാനിച്ചു. ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷകൾ ചെയ്തു. ആലയത്തിൻ്റെ പണികളിലെല്ലാം സഹായിച്ചു. എനിക്കറിയാം, ഞാനാണ് നിനക്ക് പ്രതിഫലം നൽകുന്നത്. ദൈവദാസനല്ല നൽകുന്നത്, പാസ്റ്റർമാരല്ല നൽകുന്നത്. കർത്താവിനു വേണ്ടി അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും പ്രതിഫലമുണ്ട്. നാം ചെയ്യുന്നതായ നന്മപ്രവൃത്തികൾ മറന്നുപോകുന്നതായ ദൈവം അല്ല, നമ്മുടെ കണ്ണുനീരിനെ കാണുന്നവനാണ്. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും അതിന് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ കർത്താവ് നീ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകില്ലേ? കർത്താവ് നൽകുന്ന പ്രതിഫലത്തിന് വേണ്ടി നാം കാക്കണം. മോശയെ എന്തുകൊണ്ടാണ് വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നത് എന്ന് പലപ്പോഴും ഞാൻ കർത്താവിനോട് ചോദിക്കാറുള്ള കാര്യമാണ്. ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കർത്താവേ അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു ദൈവദാസനെ നീ തടഞ്ഞതെന്ന്. യഥാർത്ഥ വിഷയം എന്താണെന്ന് വെച്ചാൽ, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് എന്താണെന്ന് വെച്ചാൽ, മോശ വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് മരിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും അവനെ പുകഴ്ത്തി, മോശ നേതാവായിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുമായിരുന്നു, അവനെ പുകഴ്ത്തുമായിരുന്നു. അങ്ങനെ എല്ലാവരും അവനെ പുകഴ്ത്തുന്ന സമയത്ത്, പിന്നെ സ്വർഗത്തിൽ വരുന്ന സമയത്ത് അവന് പുകഴ്ത്തലുകൾ എവിടെയാണ് ലഭിക്കുന്നത്? അതുകൊണ്ട് ഇവർ നൽകുന്ന നിസ്സാരമായ പുകഴ്ത്തലുകൾക്ക് വേണ്ടി നീ നോക്കണ്ട, നിന്റെ കാര്യം ഞാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് നീ 40 വർഷം കഷ്ടത അനുഭവിച്ചതിന് പ്രതിഫലം ഞാൻ തന്നെ നിനക്ക് നൽകാമെന്ന് പറയാനിടയായി.
ചിലർ പറയും എല്ലാ പണികളും എന്നെക്കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യുന്നവനോടല്ലേ പറയുന്നത്, അല്ലാതെ ചെയ്യാത്തവനോട് പറയുകയില്ലല്ലോ. ഏൽപ്പിച്ച പണി ചെയ്താൽ വീണ്ടും അടുത്ത പണി നൽകും, എന്നാൽ നീ ചെയ്തില്ലെങ്കിൽ അടുത്ത പണി പറയുകയില്ല. ശരിയല്ലേ? അങ്ങനെ എല്ലാ പണികളും നിന്നോട് പറയുന്നുവെന്ന് നീ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ദൈവം നിനക്ക് അത്രത്തോളം പ്രതിഫലം നൽകും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ സഹിഷ്ണുത അറിയുന്നു. എത്ര കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് വേല ചെയ്യുന്നതെന്നറിയാമോ? എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് വേല മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയാമോ? ഈ കഷ്ടതയിൽ എത്രയോ ആളുകൾ ഭാഗവാക്കാകുന്നവരുണ്ട്. നെല്ലൂരിൽ വെച്ച് ഒരു ദിവസം എനിക്ക് പനി വന്ന സമയത്ത് അത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഞാൻ പുതപ്പ് വിരിച്ച് കിടന്ന സമയത്ത് സഹോദരന്മാർ തലയ്ക്കലും കാൽക്കലും ഇരുന്നിട്ട് എന്നെ വീശി തന്ന കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പനി കൊണ്ട് ഞാൻ ഭാരപ്പെട്ടിരുന്നതായ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എന്നെ ശുശ്രൂഷിച്ച വ്യക്തികൾ, എന്നെ സഹായിച്ചവർ, അതെ, ഈ ശുശ്രൂഷയിൽ ഒരുപാട് പേർ പങ്കുകൊണ്ടിട്ടുണ്ട്, ഒരുപാട് പേർ കഷ്ടപ്പെട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനേകം ആളുകളും ഇവിടില്ല, പല സ്ഥലങ്ങളിൽ അവർ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ അവർ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും അറിയുന്നു. നീ എത്ര സഹിഷ്ണുതയുള്ള വ്യക്തിയായിരുന്നു എന്ന്, നീ എത്ര ക്ഷമയുള്ളവനായിരുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതുമാത്രമല്ല, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. എന്താണ് പറയുന്നത്? നിനക്ക് നന്നായിട്ടറിയാം എന്താണ് ദുഷ്ടതയെന്നും എന്താണ് നന്മ പ്രവൃത്തിയെന്നും നിനക്ക് നന്നായി അറിയാം. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാനസാന്തരം എന്താണെന്ന് അറിയാമോ ഇല്ലയോ? എന്താണ്? വിശന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ വിശപ്പ് എന്താണെന്ന് അറിയാമോ ഇല്ലയോ? ദൈവം നന്മ ചെയ്യുമ്പോൾ ആ നന്മ പ്രാപിച്ച വ്യക്തിക്ക് ദൈവം എത്ര വലിയവനാണെന്ന് അറിയാമോ ഇല്ലയോ? അറിയില്ലേ? അറിയാം. എന്താണ്? നീ കൊള്ളരുതാത്തവരെ അംഗീകരിച്ചില്ല. അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞവരെ നീ അംഗീകരിക്കുവാനിടയായില്ല. ദൈവവചനം ശരിയായി കേൾക്കുന്ന ഒരു വ്യക്തിക്ക്, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇങ്ങനെ ദൈവിക പ്രസംഗങ്ങൾ ലൈനായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അത് കേൾക്കുന്ന സമയത്ത് ഞാനും പലപ്പോഴും ആ സന്ദേശങ്ങൾ കേൾക്കാറുള്ളതാണ്. ഒരു 10 വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് യഥാർത്ഥമായ ഉപദേശമാണോ അതോ ദുരുപദേശമാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ചില സമയത്ത് ഒരാളുടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പയ്യൻ നന്നായിട്ട് പ്രസംഗിക്കുന്നു എന്ന് ചിന്തിക്കും. കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് അടുത്ത സന്ദേശം കേൾക്കുന്നതായ സമയത്തായിരിക്കും അതിൽ യഥാർത്ഥ നിറം വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് പ്രസംഗം പഠിച്ചതായ ആളുകളാണ്. അവർ ധൈര്യത്തോടുകൂടി വളരെ ഉറപ്പോടുകൂടി സംസാരിക്കുന്നത് കേൾക്കാം. കള്ളം പറഞ്ഞുകൊണ്ട്, നീ കള്ളം പറയുകയാണ്, നീ കള്ളം പറയുന്നു. ഇവനാണ് കള്ളം പറയുന്നത്. എന്നിട്ട് മറ്റുള്ളവർ കള്ളം പറയുന്നെന്ന് പറയുന്നു. അങ്ങനെയുള്ളപ്പോൾ ആർക്കവനെ കണ്ടുപിടിക്കുവാൻ കഴിയും? പറ. താൻ തെറ്റു ചെയ്തിട്ട് തൻ്റെ തെറ്റിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നതായ ആളുകളെ കാണുവാൻ കഴിയും. ക്രിസ്തീയ ലോകത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര ദുഃഖകരമാണിത്! കുന്തം കൊണ്ട് കുത്തുന്ന രീതിയിലല്ല പ്രസംഗിക്കേണ്ടത്. ഹൃദയത്തിൽ വേദനിച്ചുകൊണ്ട് വേണം പ്രസംഗിക്കുവാൻ. ദൈവത്തിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പങ്കുവയ്ക്കണം. നീ കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? നിന്റെ സഭ ഡെവലപ്പ് ചെയ്തെടുക്കണം. നിന്റെ സഭയിൽ എത്ര പേരുണ്ടെന്ന് പറയണം. നീ ഇന്ന രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് പറയണം. ഞാനൊരു വലിയ ദൈവദാസനാണെന്ന് 10 പേര് അറിയണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അതോ യേശുവിൻ്റെ സ്നേഹമാണോ നിന്നെ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ നീ വേല ചെയ്യുന്നത്? ദൈവം ഇത് എന്നെ ഏൽപ്പിച്ചതാണ്, ഞാനിത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് നീ ചെയ്യുന്നതായ സമയത്ത് മനുഷ്യർ നിന്നെ പുകഴ്ത്തിയില്ലെങ്കിലും നിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന് നിന്റെ പ്രവൃത്തി അറിയാൻ കഴിയും. ഇന്നത്തെ കാലത്ത് യഥാർത്ഥ ഉപദേശകനാരെന്നും ദുരുപദേശകനാരെന്നും കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. എല്ലാവരും യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്, ട്വിറ്റർ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല നല്ല വിഷയങ്ങളുമായിട്ട്, ആകർഷണീയമായ ഹെഡിങ്ങുകളുമായിട്ട് ഒരുപാട് ആളുകൾ നല്ല നല്ല സന്ദേശങ്ങൾ എല്ലാ ദിവസവും പുറത്തുവിടുന്നുണ്ട്. ഇതിൽ നല്ലതേത് ചീത്തയേതെന്ന് അറിയുവാൻ മാത്രം കഴിയുകയില്ല. ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ നിശ്ചയമായി മരിക്കും. ഈ പഴം തിന്നുകയാണെങ്കിൽ നിങ്ങൾ മരിക്കുകയേ ഇല്ല. അതേ വാക്കു തന്നെ. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ മരിക്കുകയേ ഇല്ല, മരിക്കില്ല എന്നുള്ള ഒറ്റ വാക്ക് അങ്ങോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുവാനിടയായി പിശാച്. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ആദാമിനും ഹവ്വയ്ക്കും ഏതാണ് ആകർഷണീയമായി മാറിയത്? അവരെ ഒരുപാട് സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഏദൻ തോട്ടം തയ്യാറാക്കി, അവരെ ഒരുപാട് സ്നേഹിച്ച് അവരുടെ കൂടെ കൂട്ടായ്മ ആചരിച്ച്
ഇത്രത്തോളം സ്നേഹിച്ച ദൈവത്തിൻ്റെ വാക്കുകൾക്കാണോ അവർ വില കൊടുത്തത്? അതോ എവിടെ നിന്നോ മ്യൂസിക്കൊക്കെ ഇട്ട് വന്നിട്ട് എന്താണ്? ഇന്ന് പ്രസംഗത്തിനും സൈഡ് മ്യൂസിക് ഇല്ലാതെ ആരും പ്രസംഗിക്കത്തില്ല. ടോ 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 ടോ. പ്രസംഗിക്കുന്നതിന് വേണ്ടി ഇവിടെ മ്യൂസിക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടയിലിരിക്കുന്ന പാമ്പ് ഇറങ്ങി വരുന്നത് പോലെ മ്യൂസിക് വരുമ്പോൾ തന്നെ എല്ലാവരും പ്രസംഗവുമായിട്ട് എഴുന്നേൽക്കാനിടയാകും. എന്താണ്? ഹവ്വ വെറുതെയാണോ അങ്ങോട്ട് കടന്നു പോയത്? വെറുതെയാണോ പോയത്? അവിടെ ചെന്നപ്പോൾ പിശാച് വരാനിടയായതുകൊണ്ടാണ്. മ്യൂസിക് ചെയ്തുകൊണ്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇന്ന് എല്ലാവർക്കും എന്താണ് ആവശ്യം? ഡാൻസ് ആണ് ആവശ്യം. മ്ലേച്ഛമായ രീതിയിൽ ഡാൻസ് കളിക്കുന്ന അനേകം ആളുകളെ ഇന്ന് നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അതും എന്തൊരു ഡാൻസാണ്? മ്ലേച്ഛമായ രീതിയിലാണ് നടത്തുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റേജിലേക്ക് പിശാച് കടന്നു വരികയാണ്. കള്ള പ്രവാചകൻ കടന്നു വരുന്നു. അവർക്കിഷ്ടമുള്ളത് എന്താണ് പറയുക? ആരുടെ വാക്കാണ് നിങ്ങൾക്കിഷ്ടം? നിന്നെ ശാസിക്കുന്ന അപ്പനെയും അമ്മയുമാണോ നിനക്കിഷ്ടം? അതോ റോഡിൽ കൂടി പോകുന്നതായ, നിന്നെ തകർത്തു കളയാൻ ശ്രമിക്കുന്നതായ, അല്ലെങ്കിൽ ദോഷം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരുടെ വാക്കുകളാണോ നിനക്കിഷ്ടം? ആരെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്? നിന്നെ പെറ്റു വളർത്തി വലുതാക്കിയ അമ്മയുടെ സ്നേഹമാണോ നിനക്ക് വലുത്? അതോ ഇന്നലെ നിന്നെ കണ്ടതായ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണോ നിനക്ക് വലുതായിട്ട് കാണുവാൻ കഴിയുന്നത്? ആരോടാണ് നീ സംസാരിക്കുന്നത്? നിന്റെ ഫോണിൽ മുഴുവൻ അമ്മയോട് സംസാരിക്കുന്ന ലിസ്റ്റാണോ ഉള്ളത്? അതോ ബോയ് ഫ്രണ്ടുമായിട്ടുള്ളതാണോ? അപ്പനെ വിളിച്ച ഫോൺ കോളുകളാണോ ഉള്ളത്? അതോ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച കോളുകളാണോ ഉള്ളത്? നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതേ വിഷം തന്നെ സഭയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുരുപദേശക്കാർ സഭയിലേക്ക് വരുവാനിടയാകും. ജാഗ്രത. ശിഷ്യന്മാരെ പിടിച്ചുകൊണ്ടുപോകും. ജാഗ്രത. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ കടന്നുവരും. ജാഗ്രത. ദുരുപദേശക്കാർ, അതും പിശാചിന്റെ പ്രവൃത്തിയാണ്. പിശാചിന്റെ, പാമ്പിന്റെ ഷേപ്പാണ് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? പൂച്ചയ്ക്ക് ഒരു ഷേപ്പുണ്ട്, പട്ടിക്കൊരു ഷേപ്പുണ്ട്. പാമ്പിന്റെ ഷേപ്പ് എന്താണെന്ന് അറിയാമോ? അതിനെ അങ്ങനെ വിടുകയാണെങ്കിൽ മറിഞ്ഞു പോകും. അതിന് ഒരു രീതിയിൽ തന്നെ നിൽക്കുവാൻ കഴിയുകയില്ല. അതിൻ്റെ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഒരേ രീതിയിൽ തന്നെ നിൽക്കുകയില്ല. ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഇന്നുള്ള ദുരുപദേശകരും. നിങ്ങളെപ്പോഴും ജാഗ്രതയോടെ ആയിരിക്കണം. പിശാചിന്റെ പ്രവൃത്തികളാണിത്. അന്ത്യകാലത്ത് സഭകളിൽ കയറുവാനിടയാകും. കള്ള പ്രവാചകന്മാരെ നീ തിരിച്ചറിയുന്നു. അനേകം ആളുകളെക്കുറിച്ച് അവരുടെ ഉപദേശം ശരിയല്ല എന്ന് നിനക്ക് പറയുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും മദ്യം കുടിക്കുകയാണെങ്കിൽ സുബോധം നഷ്ടപ്പെടുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിനക്ക് അറിയാം. ലഹരി ഉണ്ടാകുമെന്നറിയാം. എന്നിട്ട് സന്ധിക്ക് പോയി മദ്യപിക്കും. പറയുക, മദ്യപിക്കുന്ന എല്ലാവർക്കും അത് നല്ല ശീലമല്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് നന്മയില്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് ദോഷം മാത്രമാണ് ഉണ്ടാകുന്നറിയാമല്ലോ. എന്നാലും എന്ത് ചെയ്യുന്നു? എന്തിനാണ് കുടിക്കുന്നത്? ഒരാളോട് ചോദിച്ചപ്പോൾ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരനെ മാറ്റാൻ വേണ്ടിയാണ് കുടിച്ചതെന്ന്. എന്തിനാണ് കുടിച്ചത്? ഫ്രണ്ടിനെ മാറ്റിയെടുക്കുവാൻ, അവനെ ചർച്ചിലേക്ക് കൊണ്ടുവരുവാൻ, അവനുമായിട്ട് കൂടിയിരുന്ന് മദ്യപിച്ച് എന്ന് പറയുന്നു. അവനെ മാനസാന്തരപ്പെടുത്തി ചർച്ചിൽ കൊണ്ടുവരാൻ വേണ്ടി. എന്താണിത്? ഇന്ന് അതേ പ്രശ്നമാണുള്ളത്. ദുരുപദേശങ്ങൾ കേട്ടിട്ട് ദുരുപദേശകന്മാരെ നേരാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട്, ചീച്ചി ഈ ഉപദേശം ശരിയല്ല, ഈ ഉപദേശം ഒരിക്കലും ശരിയല്ല, നോക്കട്ടെ, കേൾക്കട്ടെ, കൊള്ളാമല്ലോ, ഈ ഉപദേശമാണ് നല്ലത്. അപ്പോഴേക്കും ബ്രെയിൻ വാഷ് ആയിരിക്കുന്നു. എന്താണ്? നിനക്കറിയാം, ആത്മീയ വിഷയങ്ങളെല്ലാം വ്യക്തമായിട്ടറിയാം. ഈ കൂട്ടായ്മയിലായിരിക്കുന്നവർക്കെല്ലാം പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നറിയാവുന്നവരാണ്. വചനത്തിൻ്റെ സാരാംശം അറിയാം. മാനസാന്തരപ്പെടണമെന്നുള്ള വിഷയങ്ങൾ അറിയാം. എല്ലാം അറിയാം. ശരി, ഇനിയും വായിക്കുക. എന്തെല്ലാം പരിശ്രമങ്ങൾ വേണമെങ്കിലും നടത്തും ചിലർ. ഹൃദയം മാത്രം ദൈവത്തിന് കൊടുക്കില്ല. എന്നാൽ പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും എന്ത് വേണമെങ്കിലും ചെയ്യും. എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കും. എന്തുകൊണ്ടാണ്? എന്തിനാണ് നാം ചെയ്യുന്നത്? എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്? എന്താണ് നമ്മുടെ പ്രവൃത്തിയുടെ ഉദ്ദേശങ്ങൾ? നീ വളരെ സഹിഷ്ണുതയോടെ പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ പറയുന്ന സമയത്ത് അത് നീ അതുപോലെ ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ ചെയ്യുന്നവൻ കൂലിക്കാരനാണ്, പറയാതെ ചെയ്യുന്നവൻ മകനാണ്. പറയുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേലക്കാരനാണ്.
പറയാതെ ചെയ്യുന്നവൻ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. സ്നേഹം നമ്മെ നിർബന്ധിക്കുവാനിടയാകുന്നു. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ നിർബന്ധിക്കുന്നുവെന്ന്. ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ ചെന്ന് പ്രസംഗിക്കുന്നതല്ല വലിയ കാര്യം. ആരും ക്ഷണിക്കാതിരിക്കുന്ന സമയത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളുടെ അരികിലേക്ക്, നിരാശയിലായിരിക്കുന്നവരുടെ ഇടയിലേക്ക്, ദാരിദ്ര്യത്തിലായിരിക്കുന്ന, സങ്കടത്തിലായിരിക്കുന്നവരുടെ മധ്യയിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥ ശുശ്രൂഷ. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വെളിപ്പെട്ടു വരുന്ന ശുശ്രൂഷ. അങ്ങനെയുള്ള ശുശ്രൂഷയാണ് ഇന്ന് നടക്കേണ്ടത്. എനിക്കറിയാം, നിങ്ങളിൽ പലരും വിചാരിക്കും ഇത് പണം കൊണ്ട് ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയായിരിക്കുന്നു എന്ന്. 40 വർഷത്തിൽ കൂടുതൽ ദൈവവേല ചെയ്യുന്ന എനിക്ക് ഒരു സമ്പാദ്യവും ഇന്നില്ല. കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. ഈ 68ാമത്തെ വയസ്സിലും യേശുവിന് വേണ്ടി ഓടുവാനാണ് എനിക്കുള്ള ആഗ്രഹം. കർത്താവിന് വേണ്ടി എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യണം. ഒരു ദിവസം ഇത്രത്തോളം ദൈവത്തിന്റെ വേലയെങ്കിലും ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. അങ്ങനെയുള്ള സ്നേഹത്തോടുകൂടി എത്ര ആളുകൾ ദൈവിക ശുശ്രൂഷയിൽ ഭാഗവാക്കായി ദൈവവേല ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം നടന്നതായ കാലം മതിയാക്കുക. മനുഷ്യരുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചതായ കാലം മതിയാക്കുക. ലോക ഇഷ്ടങ്ങളനുസരിച്ച് നടന്നത് മതിയാക്കുക. സ്നേഹമില്ലാതെ ജീവിച്ചതായ ഒരു കൃത്രിമമായ, യാന്ത്രികമായി ചെയ്തതായ ജീവിത രീതി, അതുപോലെ ചെയ്തതായ ശുശ്രൂഷയാകട്ടെ, ചെയ്തതായ പ്രസംഗങ്ങൾ ആകട്ടെ, അവയെല്ലാം നീ മതിയാക്കുക. കർത്താവിനു വേണ്ടി ജ്വലിക്കുന്നവരായി നാം ആയിത്തീരണമെന്നും അവന്റെ കൽപ്പന നിറവേറ്റുന്നവരായി തീരണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നിന്നെക്കുറിച്ചൊരു കുറ്റം പറവാനുണ്ട്. എന്താണ് പറയുന്നത്? സ്നേഹമില്ല എന്ന് പറയുന്നില്ല, സ്നേഹം ഉണ്ട്. എന്നാൽ ആദ്യ സ്നേഹമില്ല എന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് നടക്കുന്നത്? കല്യാണ ചെറുക്കനെ കണ്ടിട്ട് നാണിച്ചിരിക്കുന്നതായ പെണ്ണ്, അതുപോലെ കല്യാണ പെണ്ണിനെ കണ്ട് സന്തോഷിക്കുന്ന ചെറുക്കൻ, അവളുടെ സാരി എവിടെയെങ്കിലും മുട്ടുകയാണെങ്കിൽ മോളെ സാരി മുട്ടുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ട് സാരി തട്ടുന്ന കാര്യം പോകട്ടെ, മനുഷ്യൻ തലയും കുത്തി വീണാലും വീണോ, എഴുന്നേക്ക്, എന്തുപറ്റി? അതുപോലെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതായ സമയത്ത് നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാകുന്നു എന്നറിയാൻ കഴിയുന്നുണ്ടോ? എത്രത്തോളം ആഹ്ലാദമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? കുഞ്ഞിനുള്ള കളിപ്പാട്ടങ്ങളും അതുമിതുമെല്ലാം വാങ്ങിച്ചു കൊണ്ടുവരാനിടയാകും. തൊട്ടിലൊക്കെ നേരത്തെ വാങ്ങിവെക്കാനിടയാകും. വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം അങ്ങനെ വളരെ ബഹളമായിരിക്കും. പിന്നെ 2ാമത്തെ കുഞ്ഞ് ജനിക്കും. ജനിച്ചോ? ഇപ്പം ഇതൊക്കെ എവിടെ പോയി വാങ്ങാനാ? എവിടുന്നാ വസ്ത്രമൊക്കെ മേടിക്കാൻ വേണ്ടി എൻ്റെ കാശ്? ഒരു കാര്യം ചെയ്യുക, മൂത്ത കുഞ്ഞിൻ്റെ തുണിയൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ, അത് തന്നെ ഇട്ടാൽ മതി. പുതിയ വസ്ത്രം ഇപ്പോൾ ആര് വാങ്ങും? ഇനി 3ാമത്തെ ഒരാൾ കൂടെ ജനിക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. എന്താണ്? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. യേശുവിൻ്റെ സ്നേഹം അങ്ങനെയുള്ളതല്ല. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്ന സമയത്ത് നിന്നെ എങ്ങനെയാണോ സ്നേഹിച്ചത്, നീ മദ്യപിക്കുന്ന സമയത്തും നിന്നെ അതുപോലെ തന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട്. നീ അവനെ സ്നേഹിച്ചാലും നീ അവനെ സ്നേഹിച്ചില്ലെങ്കിലും അവൻ സ്നേഹിക്കും. നീ അവനെ വെറുക്കുമ്പോഴും അവൻ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹം മാറില്ല, അവൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ സ്നേഹിക്കുകയാണ് എങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ എന്താണ്? അവരെക്കുറിച്ച് ചിന്തിക്കുക, അവരെക്കുറിച്ച് ആലോചിക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞ് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്തു കൊടുക്കുക. അല്ലാതെ വെറുതെ ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കുറിച്ച് ചിന്തിക്കാതെ അവരെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് സ്നേഹം. അവരുടെ ദുഃഖങ്ങൾ നിന്റെ ദുഃഖമായി എടുക്കുന്നതാണ് സ്നേഹം. അവരുടെ സ്ഥാനത്ത് നിന്നെ കണ്ടുകൊണ്ട് തന്നെ നീ സ്നേഹിക്കുന്നതാണ് സ്നേഹം. അങ്ങനെ ഒരു തവണയെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തോടുകൂടി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിത്യമായിട്ട് നിൽക്കും. ആ വ്യക്തി നമ്മെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മെ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും, ആ വ്യക്തി നമ്മെ വെറുത്താലും വെറുത്തില്ലെങ്കിലും ആ സ്നേഹത്തിന് മാത്രം ഒരു മാറ്റവും ഉണ്ടാകില്ല. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. നിന്നെ പുകഴ്ത്തുന്നവരെ സ്നേഹിച്ചാൽ എന്ത് കാര്യമാണുള്ളത്? നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് കാര്യമാണുള്ളത്? നിന്നെ വിദ്വേഷിക്കുന്നവരെ സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞത്. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാനാണ് അവൻ പറഞ്ഞത്. ആദ്യ സ്നേഹം നിന്നിൽ നഷ്ടമായിരിക്കുന്നു. യേശുവിന്റെ സ്നേഹം നിന്നിൽ കാണുന്നില്ല. നിനക്കിപ്പോഴുള്ളത് സ്വന്തം സ്നേഹമാണ്, സ്വാർത്ഥമായ സ്നേഹമാണ് നിനക്കുള്ളത്. സ്നേഹമില്ല എങ്കിൽ വ്യർത്ഥമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു.
എന്താണ് ഇവിടെ പറയുന്നത്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. അതുപോലെ സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. മറ്റുള്ളവർ ചെയ്തതായ കുറ്റങ്ങൾ അത് ഓർത്തു വെക്കുന്നതേ ഇല്ല. യേശുവിൻ്റെ കയ്യിലുള്ളത് തെറ്റുകളുടെ പട്ടികയല്ല. നീ എന്നാ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ റെക്കോർഡ് സൂക്ഷിക്കുന്ന ആളുകൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ അല്ല. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കുക. മക്കൾ എത്രത്തോളം തെറ്റ് ചെയ്താലും പറയും, സാരമില്ല മോനെ, സാരമില്ല, പോട്ടെ പോട്ടെ എന്ന്. അത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് സാദൃശ്യമാണ്. ആ സ്നേഹം, ആ ആദ്യ സ്നേഹം നിന്നിൽ ഇല്ല. ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികളിൽ എത്ര പേർ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്ന് സമ്മതിക്കുന്നവർ ഒന്ന് കരമുയർത്താമോ? കാണട്ടെ. ഞാൻ കാണുന്നില്ല, ദൈവമാണ് കാണുന്നത്. കൈയുയർത്തിയ ആളുകളെല്ലാം സ്നേഹമില്ലെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ്? നഷ്ടപ്പെട്ട സ്നേഹത്തെ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നോക്കാം. വായിക്കുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, അതാണ് ഒരേ ഒരു മരുന്ന്. നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നീ ഏതു സ്ഥിതിയിൽ നിന്നാണ് വീണുപോയത്? നീ എവിടെയാണ് വീണുപോയത്? ചിലർ ലോകത്തിൽ വീണുപോകുന്നു, ചിലർ ജോലിയിൽ വീണുപോകുന്നു, പാപത്തിൽ വീണുപോകുന്ന അനേകം ആളുകൾ. ഏതു ദിവസം മുതലാണ് നിന്റെ ജീവിതത്തിൽ ഈ പരാജയം സംഭവിക്കുന്നത്? എപ്പോഴാണ് നിനക്ക് ഈ രോഗം ഉണ്ടാകുന്നത്? അലസത എന്നുള്ളതായ രോഗം, നിരാശ എന്ന രോഗം, അലക്ഷ്യമെന്ന രോഗം. ഏതു സ്ഥിതിയിൽ നിന്നാണ്, എവിടെയാണ് നീ വീണിരിക്കുന്നു എന്നത് നീ വ്യക്തമായിട്ട് തിരിച്ചറിയുക. നീ അത് ഓർക്കുക. ദയവ് ചെയ്ത് ഈ ദിവസം മുതൽ 1 മാസത്തോളം വരെയും എല്ലാ ദിവസവും ദൈവം ചെയ്തതായ ഒരു നന്മയെങ്കിലും ഒരു ബുക്കിൽ നിങ്ങളത് എഴുതി വയ്ക്കാൻ ശ്രമിക്കണം. എനിക്ക് കാണാനല്ല, അങ്ങനെയെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിലും ദൈവസ്നേഹം നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് പറയുന്നു. എല്ലാ ദിവസവും ഒരു നന്മ വീതം. അത് പണ്ടത്തെ ആണെങ്കിലും ഇപ്പോഴത്തെ ആണെങ്കിലും, അത് ദൈവം നിന്റെ ജീവിതത്തിൽ എന്നോ ചെയ്ത കാര്യമാണെങ്കിലും, അത് പുതിയതാണെങ്കിലും അത് പഴയതാണെങ്കിലും കുഴപ്പമില്ല. എന്താണ് വചനം പറയുന്നത്? എന്മനമേ യഹോവയെ വാഴ്ത്തുക, ഇന്നലെ ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുത് എന്നാണോ? കഴിഞ്ഞ ദിവസം ചെയ്ത നന്മ മറന്നു പോകണം എന്നാണോ പറയുന്നത്? അവൻ ചെയ്തതായ ഉപകാരങ്ങൾ എന്താണ്? അവൻ ചെയ്തതായ ഉപകാരങ്ങളൊന്നും തന്നെ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഓർത്തെഴുതുവാനായിട്ട് കഴിയും. പോട്ടെ, പ്രധാനപ്പെട്ട ഒന്നെങ്കിലും എഴുതി വയ്ക്കുക. അങ്ങനെ ഈ ദിവസം മുതൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ, ഈ ദിവസം മുതൽ കയ്പുള്ളതായ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരികില്ല. പിറുപിറുപ്പിന് ഞാൻ ഇടം കൊടുക്കില്ല. പറ്റില്ല, കഴിയില്ല, ഇല്ല, തരില്ല, വരില്ല, ചെയ്യില്ല. എന്തു കിട്ടി, എന്തു ലാഭം, എന്തിനു ചെയ്തു എന്നുള്ള എതിർപ്പിൻ്റെ വാക്കുകൾ വരുവാനായിട്ട് പാടില്ല. അബദ്ധത്തിൽ നിങ്ങൾ പറഞ്ഞു പോയാൽ അതും എഴുതി വെക്കാം. എന്താണ് കൂടുതൽ വരുന്നത് എന്ന് നോക്കാൻ കഴിയുമല്ലോ. ഒരു പ്രാവശ്യം ദൈവദൂതൻ മീറ്റിംഗ് കേൾക്കാൻ ഇറങ്ങി വന്നപ്പോൾ വലിയ 2 പാത്രങ്ങളുമായിട്ടാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ദൈവം ചെയ്ത നന്മകളെല്ലാം ഈ പാത്രത്തിൽ ഇടുക, അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാഭാരങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഇടുക എന്ന് പറഞ്ഞ് മറ്റൊരു പാത്രം കാണിച്ചു. ദൈവം ചെയ്ത നന്മകളും വെക്കുക എന്ന് പറഞ്ഞ് ദൂതന്മാർ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലമെല്ലാം നടക്കുവാനിടയായി. ഒരു പാത്രം നിറഞ്ഞുപോയി, മറ്റൊരു പാത്രത്തിൽ 1-2 പോലും വീണില്ല. ഏത് പാത്രം നിറഞ്ഞെന്നറിയാമോ? എന്താണ്? എൻ്റെ ഭാരങ്ങൾ ഇതാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്, എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്, ഇങ്ങനെ 100 കണക്കിന് പേപ്പറുകൾ എഴുതി നിറയ്ക്കുവാനിടയായി. ദൈവം ചെയ്തതായ നന്മകൾ ഒരാൾ പോലും ഓർത്തെഴുതുവാനും ഇടയായില്ല. അതുകൊണ്ട് ദൈവം ചെയ്തതായ നന്മകൾ എല്ലാം വയ്ക്കേണ്ടതായ പാത്രങ്ങൾ നാം നിറയ്ക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പിറുപിറുപ്പ്, ആ പരാതികൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാം കുറയ്ക്കേണ്ടതാണ്. അങ്ങനെ 1 മാസം കർത്താവിനെ സ്തുതിച്ച് നോക്കുക. നിങ്ങളുടെ ഭക്തി ജീവിതം, നിങ്ങളുടെ ആത്മീയ ജീവിതം എത്രത്തോളം ഉയരുമെന്നും നഷ്ടപ്പെട്ട ആദ്യ സ്നേഹത്തെ തിരികെ പറ്റിക്കൊണ്ട് കർത്താവിൻ്റെ ഹിതപ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കാൻ കഴിയും. ഞാനിത് പറയുക മാത്രമാണ്. ഞാനും ഇങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും ചെയ്യുക. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മനസ്സാന്തരപ്പെട്ട് നീ
ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ പ്രവൃത്തി തന്നെ ചെയ്യുക. ആദ്യം നീ പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുക. ആദ്യം വചനം വായിച്ച അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വായിക്കുക. ആദ്യം നിങ്ങൾ മീറ്റിങ്ങിന് പോകുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആഗ്രഹത്തോടുകൂടി ഓടിപ്പോയില്ലേ, അതുപോലെ പോവുക എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എപ്പോഴും അനുഗ്രഹം മാത്രമാണെന്നാണോ? ദൈവം എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുന്നില്ല എങ്കിൽ ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടത്തിന് വിടുകയാണ്. നിന്നോടിനി ഞാൻ തർക്കിക്കുവാൻ നിൽക്കുകയില്ല. എന്താണ് പറയുന്നത്? ഞാൻ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് എടുത്തുകളയും. നിന്റെ വീട്ടിലെ വെളിച്ചം ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. പറയുക, ഒരു 30 ദിവസം നിങ്ങളുടെ വീട്ടിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരുട്ടിലിരുന്നാൽ എങ്ങനെയായിരിക്കും? ചിന്തിക്കൂ. ലൈറ്റില്ലാതെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫോൺ പ്രവർത്തിക്കുമോ? നിങ്ങളുടെ ഫാൻ പ്രവർത്തിക്കുമോ? വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് പോകുന്നതെന്നറിയില്ല, ആരാണ് വരുന്നതെന്നറിയില്ല, എവിടെ എന്ത് സംഭവിക്കുന്നതെന്നറിയില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും? നല്ലതാണെന്നാണോ വിചാരിക്കുന്നത്? കള്ളന് ഇരുട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. വ്യഭിചാരിക്ക് ഇരുട്ട് നല്ലതാണെന്നാണ് പറയുന്നു. അവൻ അന്ധകാരം ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവ് ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്കെടുത്തു കളയുകയും ചെയ്യും. നീ ഇരുട്ടിൽ തപ്പിത്തടയുവാൻ നിന്റെ ജീവിതത്തിന്റെ വഴി നഷ്ടപ്പെടുകയും ചെയ്യും. അവൻ വെളിച്ചം എടുത്തു മാറ്റുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി ഇരുളിൽ കിടക്കും. ഭക്തിഹീനരുടെ ജീവിതം കൂരിരുട്ടിന്റെ നടുവിൽ. നോക്കുമ്പോൾ ചുറ്റും വലിയ ഇരുട്ടാണ്. നിന്റെ കയ്യിലിരിക്കുന്ന നിലവിളക്ക് കെട്ടുപോയി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിന്റെ ചുറ്റുപാട് നോക്കുമ്പോൾ ചുറ്റും കുറ്റാക്കുറ്റി ഇരുട്ടാണ്. അവന്റെ വെളിച്ചത്തിലാണ് നാം നടക്കുന്നത്. നീ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല എങ്കിൽ നിന്റെ വെളിച്ചം എടുത്തു മാറ്റുമെന്ന് പറയുന്നു. ഈ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുമെന്ന് പറയുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. അനേകം ആളുകൾ മരിക്കുന്നു, അനേക ദൈവദാസന്മാർ മരിക്കുന്നു. ഇന്ന് ഞാനും നീയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നാണ്. നീ മാനസാന്തരപ്പെടുവാൻ അവൻ കാക്കുകയാകാം. നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയാവാം. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കുനിഞ്ഞു നോക്കണമേ. നീ തിരഞ്ഞെടുത്തതായ നിന്റെ മക്കളെ ദർശിക്കണമേ. നിന്റെ രക്തത്താൽ കഴുകിയിരിക്കുന്ന നിന്റെ മക്കളെ നീ നോക്കണമേ. ഒരു സഭയായിട്ട് മാറ്റിയിരിക്കുന്നതായ നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന്, അത് കൈയാണെങ്കിലും അത് കാലാണെങ്കിലും അത് വിരലാണെങ്കിലും അത് കണ്ണാണെങ്കിലും അത് ശരീരത്തിൽ കാണപ്പെടുന്നതായ ഭാഗമാണെങ്കിലും കാണപ്പെടാതെ മറഞ്ഞിരിക്കുന്നതായ ഭാഗമാണ് എങ്കിലും ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലെ സഭയിലായിരിക്കുന്ന നിന്റെ മക്കൾ അവരുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവിക ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ് അവ നിറവേറ്റിക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹത്താലാണ് ഈ ശുശ്രൂഷ പണിയപ്പെട്ടത്. സ്നേഹം കൊണ്ടാണ് ഈ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നത്. ആ സ്നേഹം തന്നെ നഷ്ടപ്പെടുത്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ബാക്കി എന്താണുള്ളത്? ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. ആദ്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് യേശുവിന്റെ സ്നേഹത്തെ നീ പകരണമേ. നിന്റെ വരവോളം കാത്തിരിക്കുന്ന സഭയായിട്ട്, നിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരായി നിത്യരാജ്യത്തിൽ നിന്നോടൊപ്പം വസിക്കുവാനുള്ളതായ മഹാഭാഗ്യം ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൽകുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ